ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ LDCയുടെ എക്സാം കുറേയധികം ഡിസ്ട്രിക്ട്സിൽ നടന്നു കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ നടക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് 10th ലെവൽ ബേസിൽ നടക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് ഒക്ടോബർ ഡിസംബറിലായിട്ട് നടക്കാൻ പോകുന്ന ഈ ഒരു കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ കേട്ടോ. 10th ലെവൽ അത് നമുക്കറിയാം. സെക്രട്ടേറിയറ്റ് OE അതുപോലെ അങ്ങനത്തെ ഓഫീസ് അറ്റൻഡൻറ്റ് ഇതിലും അതുപോലെ തന്നെ ലബോറട്ടറി അസിസ്റ്റന്റ് അങ്ങനെയുള്ള ആ ഒരു 10th ലെവൽ ബേസ്മെന്റിൽ നടക്കുന്ന ഒരു കോമൺ പ്രിലിംസ് എക്സാം ആണിത്. അപ്പോൾ അതിന്റെ ഫിലിംസിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് വളരെയധികം ഒരു നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ LDC ഇപ്പോൾ കഴിഞ്ഞവരാണെങ്കിൽ അതിന് വന്ന തെറ്റൊക്കെ തിരുത്തി നല്ല രീതിയിൽ പഠിച്ച് നമുക്ക് സെറ്റ് ആക്കേണ്ടതുണ്ട്. കാരണം ഇതിന്റെ മെയിൻസ് നമുക്ക് ഏകദേശം നെക്സ്റ്റ് ഇയർ മെയ്യിലൊക്കെ ആയിട്ടായിരിക്കും വരാൻ ചാൻസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് സിലബസ് ഒന്ന് നോക്കിയേക്കാം. ഈ കോമൺ പ്രിലിംസിൽ എന്തൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളത്. കാരണം ഇത് ഒറ്റ പരീക്ഷയല്ല. ഓക്കെ, പ്രിലിംസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. സിലബസ് എല്ലാവരും കണ്ടു കാണും. നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം വേഗം. നോക്കി, ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനൈസൻസ് ഇൻ കേരള, ഈ 3 വിഭാഗത്തിൽ നിന്ന് 60 മാർക്സ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ 6 ഏരിയാസ് ആയിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 10 മാർക്സ് വെച്ചിട്ട്. അതിൽ ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല, ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ, ഇത് ഒരു 10 മാർക്സ് ഈ ഒരു ഏരിയയിൽ നിന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും, ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച പ്രാഥമിക അറിവ്, ഇത് 10 മാർക്സ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് LDCക്ക് ഇപ്പോൾ ജോഗ്രഫി കേരള ഇന്ത്യ വേൾഡ്, ഹിസ്റ്ററി അതും കേരള ഇന്ത്യ വേൾഡ്, അതുപോലെ തന്നെ അങ്ങനെയാണ് നമ്മൾ കണ്ടിരുന്നത് അല്ലെ. ഇത് പക്ഷെ അങ്ങനെ നമുക്ക് സ്പെസിഫിക് സബ്ജക്റ്റ് ആയിട്ടല്ല പറയുന്നത്, കുറച്ച് ഏരിയാസ് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഏകദേശം മനസ്സിലാവും ജിയോഗ്രഫിയുടെ ഏരിയയിൽ നിന്നാണ്, ഹിസ്റ്ററിയുടെ ഏരിയയിൽ നിന്നാണ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏരിയ ആണെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ. ഓക്കെ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, ഇത് 10 മാർക്സ് ആണ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ അത്യാവശ്യം നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. കാരണം 10 മാർക്സ് ആണ് അതിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ്, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ചുള്ള അറിവ്, അത് 10 മാർക്സ് ആണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികൾ, കായലുകൾ, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു ഏരിയയിൽ അല്ലേ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് 10 മാർക്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ, അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും, അതുപോലെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും, അതായത് നവോത്ഥാന നായകരെന്ന് നമ്മൾ പഠിക്കുന്നവരുണ്ടല്ലോ കുറച്ച് പേര്, അവരുടെയൊക്കെ കാര്യങ്ങളും നല്ല രീതിയിൽ നോക്കണം. 10 മാർക്സ്. ഓക്കെ, അപ്പോൾ മുൻപ് ജോഗ്രഫിയിൽ നമുക്ക് അതായത് കേരള വേൾഡ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞതിൽ ആ ഒരു 5 മാർക്സ് ആണ് ആ ഒരൊറ്റ ഏരിയയിൽ നിന്ന് വന്നിരുന്നത്. പക്ഷെ ഇവിടെ കണ്ടു, അപ്പോൾ 10 മാർക്സ് ആണ് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ചും കൂടെ നല്ല രീതിയിൽ നോക്കേണ്ടതുണ്ട്. കാരണം ഇത് എന്താണ്, നമുക്ക് ആ ഒരു സബ്ജക്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു ഏരിയയിൽ നിന്ന് മാത്രമാണ് 10 മാർക്സ്, കേരളത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് അത് അത്യാവശ്യം നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും ഏരിയയിൽ നിന്നാണ് നമുക്ക് 60 മാർക്സിന്റെ പിന്നെ വരുന്നത് ജനറൽ സയൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നാണ്. ഓക്കെ, ജനറൽ സയൻസിൽ തന്നെ നാച്ചുറൽ സയൻസും വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ സയൻസും വരുന്നുണ്ട്. ഓക്കെ, ഇതിന് രണ്ടിനും വരുന്നുണ്ട്, നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസും. അപ്പോൾ നമ്മൾ അവിടെ 60 മാർക്സിന്റെ കണ്ടു, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, അതുപോലെ തന്നെ പിന്നെ മാത്സിന്റെ ഏരിയയിൽ നിന്ന് 10 മാർക്സ്. ഓക്കെ, അത് നമ്മളുടെ എന്താ പറയുക, ലഘുവാണ്, സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി ഉണ്ട്. അതുപോലെ മാനസിക ശേഷി, നിരീക്ഷണ പാഠവ പരിശോധന, ഇതിൽ നിന്ന് 20 മാർക്സും, അതുപോലെ തന്നെ ഫിസിക്കൽ സയൻസും നാച്ചുറൽ സയൻസിൽ നിന്നും 20 മാർക്സ്, അതായത് 10 മാർക്സ് ഈച്ച് വെച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കണ്ട സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൽ സ്പെഷ്യലായിട്ട് പിന്നെ നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് അവിടെ നമ്മൾ കണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫിസിക്കൽ സയൻസ് നോക്കുകയാണെങ്കിലും ഏകദേശം ഫിസിക്കൽ സയൻസിലും എന്താണ് നമ്മൾ അവിടെ കണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളും ആറ്റത്തിന്റെ, അത് കെമിസ്ട്രി ഫിസിക്സും കൂടെ മിക്സ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ് 10 മാർക്സിന്റെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പ്രത്യേകത എന്താണ്, ഇംഗ്ലീഷും അതുപോലെ തന്നെ മലയാളവും ഇല്ല പ്രിലിംസിന്. ഓക്കെ, അപ്പോൾ അതിപ്പോൾ നമ്മൾ നോക്കാതിരിക്കുന്നതായിരിക്കും എന്താണ് നല്ലത്. ഇപ്പോൾ ഈ ഒരു 10th പ്രിലിംസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ. ഓക്കെ, അതിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് പറഞ്ഞു കേട്ടോ. കാരണം ഇപ്പം നമുക്ക് ഇത്രയധികം ടോപ്പിക്സ് കുറച്ചും കൂടെ ശ്രദ്ധ ചെലുത്തി പഠിക്കേണ്ടത് തന്നെ. നമ്മൾ ഓൾറെഡി കുറച്ച് പഠിച്ച സെറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ കുറച്ചും കൂടെ എന്താണ് ഈ മാർക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ കുറച്ച് വ്യത്യാസമാണുള്ളത് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ഫോക്കസ് ചെയ്ത് വേണം പഠിക്കാനല്ലേ. ഇത് നമുക്ക് നെക്സ്റ്റ് അതായത് മെയിൻസ് കണക്കാക്കി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മെയിൻസിന്റെ സിലബസ് ഒന്ന് നോക്കാം. അപ്പോൾ നോക്കി, ഇത്
ഓഫീസ് അറ്റൻഡന്റിന്റെയാണ്, അതായത് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലെ ഓഫീസ് അറ്റൻഡന്റ് കാറ്റഗറി 587/2023 എന്നുള്ളതിന്റെ മെയിൻസിന്റെ സിലബസ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ട്. നോക്കുമ്പോൾ ചരിത്രം, ഭൂമിശാസ്ത്രം എത്ര വെച്ചിട്ട് നമ്മൾ മുൻപ് കണ്ടതുപോലത്തെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമുക്ക് ഇവിടെ കാണാം. LDCയുടെ അതേ സിലബസ് തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച ആ സുപ്രധാന നിയമങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ കൂടുതൽ വരില്ല അല്ലെ, പ്രിലിംസിന്റെ ആ ഒരു മേഖലയിൽ കൂടുതൽ വരില്ല. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ഈ സംഭവങ്ങളില്ല, അതുപോലെ IT ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ അധികം സ്പെസിഫിക് ആയിട്ടുണ്ടാവില്ല അല്ലെ. അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ്, മലയാളം ഈ ഒരു ഏരിയ. ഓക്കെ, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ജനറൽ നോളജ് എന്നുള്ള രീതിയിലാണ് അവിടെ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും ഏരിയാസ് ഒക്കെ നമുക്ക് മെയിൻസിനാണ് കുറച്ചും കൂടെ വേണ്ടത് അല്ലെ. മെയിൻസ് കണക്കാക്കിയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ബട്ട് സപ്പോസ് ഇപ്പൊ ഈ പ്രിലിംസിനെ കൂടുതൽ പ്രിലിംസ് കടന്നിട്ടല്ലേ ഇവരെ മെയിൻസ്. അപ്പൊ പ്രിലിംസ് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് കുറച്ചധികം ടോപ്പിക്സ് മാറി കിട്ടിയാൽ നമുക്ക് എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് നോക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് പഠിക്കുന്നതാണ് നല്ലത്. എനിവേസ് മെയിൻസിന്റെ കാര്യങ്ങൾ കുറച്ച് എക്സ്ട്രാ നോക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെയും നോക്കാം, തെറ്റൊന്നുമില്ല. ഓക്കെ, നല്ലോണം നോക്കാൻ സാധിക്കുന്നവരുണ്ട്, അപ്പൊ അവർക്ക് അങ്ങനെ തന്നെ നോക്കാം, അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് കണ്ടറിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പഠിക്കണം. അതായത് സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എന്താണ് എന്തെങ്കിലും നമ്മൾ മുൻപത്തെ ആ ഒരു എക്സാം ഇപ്പൊ എഴുതി കഴിഞ്ഞവർ, ഇപ്പൊ LDC എഴുതി കഴിഞ്ഞവർക്ക് മനസ്സിലായി കാണും എന്താണ് വരുത്തിയ മിസ്റ്റേക്സ് എന്നുള്ളത്. ഓക്കെ, അത് കണ്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇത്ര ഒരു ദിവസത്തേക്ക് ഇപ്പൊ ഓരോരുത്തർ ഇപ്പോൾ ഓരോ ചലഞ്ചസ് ഒക്കെ എടുക്കുന്നില്ല, അതായത് 50 ഡേയ്സ് കൊണ്ട് അല്ലെങ്കിൽ 60 ഡേയ്സ് കൊണ്ട് ഇത്രയും പഠിച്ചു തീർക്കണം എന്നുള്ള ആ ഒരു രീതിയിൽ. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് അവസാന നിമിഷം കിടന്ന് കൂടുതൽ ഓടേണ്ടി വരില്ല. ഓക്കെ, കാരണം നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാതെ വരുമ്പോൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് ആകെ കൺഫ്യൂഷനും പിന്നെ എന്തൊക്കെയോ നോക്കാനുണ്ട് എന്നുള്ള ഒരു തോന്നലും ഒക്കെ വരുന്നത്. അപ്പൊ ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ അത് കുറച്ചുകൂടി നമുക്ക് ഹെൽപ്ഫുൾ ആകും. ഓക്കെ, അതായത് എങ്ങനെ വേണം ആഴ്ചയിൽ അല്ലെങ്കിൽ ഏതൊക്കെ പോർഷൻസ് തീർക്കണം, ഏതൊക്കെ ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം, അതുപോലെ തന്നെ എങ്ങനെ അതിന്റെ റിവിഷൻ, അതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മൾ ഇപ്പൊ ഇത്രയും LDC ഓരോ സ്റ്റേജസ് എക്സാമിന്റെ കഴിഞ്ഞു അല്ലെ. അപ്പൊ ആ എല്ലാ അതിന്റെയും ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ PSCയുടെ എക്സാംസ് ഒക്കെ ഒന്ന് എന്തെങ്കിലും നമ്മൾ OMR ഷീറ്റ് നമുക്ക് മേടിക്കാൻ, അതായത് ചെയ്ത് പഠിക്കാൻ മേടിക്കാൻ കിട്ടുമല്ലോ. അങ്ങനെ ചെയ്ത് കുറച്ചും കൂടെ ബബ്ലിങ് ചെയ്ത് പഠിക്കാൻ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പൊ എത്ര ടൈം നമ്മൾ കറപ്പിക്കാനൊക്കെ എടുക്കുന്നുണ്ട് അല്ലെ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, എന്നാലും പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പൊ നമ്മളിപ്പോ എന്താണ് ഫസ്റ്റ് ഇപ്പൊ ഒരു ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ ഒരു ദിവസം കൃത്യമായിട്ട് അതെന്താണ് ഏതൊക്കെ പോർഷൻസ് ആണ് നോക്കേണ്ടതെന്ന് ആദ്യമേ തന്നെ മനസ്സിൽ കരുതി വെച്ചേക്കുക. അതനുസരിച്ച് നോക്കി തീർക്കുക. അന്നത്തെ ദിവസം അത് മസ്റ്റായിട്ട് നോക്കി തീർക്കുക. എത്ര മണിക്കൂറുകൾ എടുത്തു, ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ 24 hours നമ്മളൊരു 10-15 മണിക്കൂർ പഠിക്കണം എന്നൊന്നുമില്ല. നമ്മൾക്ക് ആ ഒരു പഠിക്കാനുള്ള ഒരു മൂഡിലിരിക്കുമ്പോൾ നമ്മൾ മാക്സിമം കാര്യങ്ങൾ പഠിക്കാൻ നോക്കുക. അത് എത്ര മണിക്കൂർ ഇരിക്കണമെങ്കിൽ അത് എഫക്റ്റീവ് ആയിട്ട് പഠിക്കാൻ നോക്കുക, നമ്മുടെ തലയിൽ കയറേണ്ടെന്ന് ഉറപ്പിക്കുക. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ കുറച്ച് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തു, സെക്കൻഡ്, തേർഡ് അങ്ങനെ ആ ഒരു വീക്കിലൊരു എന്താണ് പറയുക 5 days കഴിയുമ്പോൾ നമ്മൾ കുറച്ച് പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഒരു റിവിഷൻ നമ്മൾ എന്ത് ചെയ്യാം, സാറ്റർഡേ എന്നുള്ള രീതിയിൽ വെക്കുക. ആ ഒരാഴ്ച പഠിച്ചത് മുഴുവൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു റിവിഷൻ, അതായത് അത്രയും ആ ഒരാഴ്ച പഠിച്ചത് മുഴുവൻ നമ്മളൊന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഒരു എക്സാം എഴുതി നോക്കുക എന്തെങ്കിലും. അതായത് ഇപ്പൊ ഈ LDC 10th ലെവലിൽ നടന്ന എക്സാം ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത്. നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ OMR ഷീറ്റ് ആ ഒരു രീതിയിൽ ആൻസർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ടൈം നമ്മൾ എടുക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ആ ഓരോ ആഴ്ചയും നമ്മൾ ഓരോ പോർഷൻസ് കട്ട് ചെയ്ത് ഇത്രത്തോളം പഠിക്കണം, ഈ ഒരു ഏരിയയിൽ ഇത്രത്തോളം നോക്കണം, അങ്ങനെ കട്ട് ചെയ്ത് പഠിച്ചാൽ കുറച്ചും കൂടെ നമുക്ക് എന്താണ് എളുപ്പമായിരിക്കും. ഓക്കെ, അല്ലാതെ നമ്മൾ ആദ്യം ഇത് പഠിക്കാം, ഇതാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു നോക്കിയാൽ നമുക്ക് പലതും നമ്മൾ മിസ്സാക്കും, നമ്മുടെ റിവിഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല, കുറേയധികം കാര്യങ്ങൾ അവിടെ വരും. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ നമ്മളും സാറ്റിസ്ഫൈഡ് ആകും. അതുപോലെ തന്നെ എന്താണ് നമുക്ക് എക്സാം എഴുതുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അയ്യോ ഇതെനിക്ക് അറിയാമായിരുന്നു എന്നിട്ടും തെറ്റിപ്പോയി, ആ ഒരു ഇതിൽ വരില്ല. നമ്മൾ കൃത്യമായിട്ട് ഇത് ഉറപ്പിക്കാത്തതുകൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്, തെറ്റാനൊരു സാധ്യത വരുന്നത് അല്ലെ. പിന്നെ കുറേയധികം പഠിക്കുന്നത് കൊണ്ട് നമുക്ക് കൺഫ്യൂഷൻസ് വരികയാണ് അല്ലെ. അപ്പൊ ഇപ്പൊ പ്രിലിംസിന് വേണ്ട കാര്യങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചു നോക്കാം. ഇതിപ്പോ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 2 മാസം, അത് കഴിഞ്ഞ് ഡിസംബറിലൊക്കെ ഒക്ടോബർ ഡിസംബറിലൊക്കെ ആയിട്ട് വരാമെന്നൊക്കെ പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പൊ നമുക്ക് കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കാര്യങ്ങൾ സിലബസ് കൃത്യമായിട്ട് നോക്കി ഏതൊക്കെ വിഷയങ്ങളാണെന്ന് കൃത്യമായി നോക്കിയിട്ട് വേണം നമ്മൾ പഠിച്ചു തുടങ്ങും. ഓക്കെ, അപ്പൊ സിലബസ് നോക്കിയിട്ട് തന്നെ കയ്യിൽ ഇപ്പൊ PDF ആണെങ്കിൽ ആ PDF വെച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക.
ഓക്കെ, അപ്പോൾ അതിപ്പോൾ SCERT ടെക്സ്റ്റ് ആണെങ്കിലും റാങ്ക് ഫയൽ ആണെങ്കിലും അത് വെച്ചിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ പ്രിലിംസ് അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും, പാസ്സാകാനും പറ്റും കേട്ടോ. പിന്നെ മെയിൻസിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.